ഗൈസ് അങ്ങനെ നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന പോലെ നമ്മുടെ നന്ദ ഇന്ദീവരത്തിലേക്കോ? അതേ കൂട്ടുകാരെ, അങ്ങനെ സൂചിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ ഗൗരി മോളെ നമ്മുടെ ഗൗതം ഇന്ദീവരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നാലെ നമ്മുടെ വല്യമ്മ അവിടെ നിന്നും പടിയിറങ്ങുന്നതുകൊണ്ട് നമ്മുടെ നന്ദ നമ്മുടെ ഗൗരി മോളെ എടുക്കാൻ വേണ്ടി ഇന്ദീവരത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഗൗതം ആ ഒരു സത്യം എല്ലാവരോടും, ഇന്ദീവരം വീട്ടുകാരോട് എല്ലാവരോടും വെളിപ്പെടുത്തുന്ന തന്റെ മകളാണ്, തന്റെ ചോരയാണ് ഗൗരി എന്നുള്ളത് കേട്ടോ. ഇതറിയുമ്പോൾ തന്നെ നമ്മുടെ പിങ്കി ആകപ്പാട് തളർന്ന ഒരു അവസ്ഥയിലായി. കാരണം ഇത്ര നാളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ ഗൗതമിന്റെ മനസ്സ് പതിയെ പതിയെ മാറി തന്നെ ഭാര്യയായി സ്വീകരിക്കും എന്നുള്ളത്. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗരിമോളുടെ വരവ്. ഇനി പയ്യെ പയ്യെ നമ്മുടെ ഗൗതമിന്റെ മനസ്സ് മാറും, വല്യമായി നന്ദയും ഇന്ദിവരത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ പിങ്കി കുറെ കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്റെ ജീവിതം എന്തായി തീരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ട് കരയുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ഗൗരിമോളുടെ പിന്നാലെ ഇനി നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയും തിരികെ കൊണ്ടുവരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നന്ദ തെറ്റുകാരിയല്ല എന്ന് നമ്മുടെ ഗൗതമിന് ഇപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായി അല്ലെ. അപ്പൊ എന്തായാലും അങ്ങനത്തെ കുറെ മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കട്ടെ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.